അതിൽ കുറേ സിനിമകളായി, നല്ല നല്ല സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സബ്ജക്റ്റ് കേട്ട് ചെയ്യുന്നപ്പോൾ എന്താണ് തോന്നിയത്? ഒരു നാദിർ ഷായ്ക്കാട് ഒരു ബന്ധമാണോ ഈ സബ്ജക്റ്റിനോട് ഒരു പ്രിയമായി? തീർച്ചയായിട്ടും ഒരു ബന്ധം ഉണ്ട്. ഘടകം എന്ന് പറയുമ്പോൾ പിള്ളേരും പറഞ്ഞാല് ചെറുപ്പം തൊട്ട് കണ്ടു വളർന്ന കുറെ വർഷങ്ങൾ അങ്ങനെയായിരുന്നു. അപ്പോ അതുപോലെ തന്നെ റാഫിക്കായിട്ട് ഈ സ്റ്റേജ് ഷോസിന് പ്രാക്ടീസിന് മുമ്പ് ഞാനും കൂടെ പോകും അച്ഛൻ്റെ കൂടെ. മിക്ക പരിപാടിക്ക് ഞാൻ ഉണ്ടാവും, സ്റ്റേജ് പരിപാടിക്കൊക്കെ. അപ്പോൾ ആലുവയിൽ എന്ത് പരിപാടി ഉണ്ടായപ്പോൾ ഇതേപോലെ റാഫിക്കയും മെക്കാട്ടിൻ സാറിൻ്റെ കൂടെയൊക്കെ ഇരിക്കാനൊക്കെ പറ്റി. അപ്പോൾ അവരിങ്ങനെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ അങ്ങനെ കണ്ടു വളർന്ന ഒരാള് ഇപ്പോൾ ഒരു നായക പരിപാടി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവര് ആഷിഖ് ഡയറക്റ്റ് ചെയ്യും, റാഫിക്ക് എഴുതുന്ന പടത്തിലേക്ക് ഒരു ക്യാരക്ടർ വിളിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അതും എനിക്ക് ഈ പടത്തിലാണ് പ്രൊമോഷൻ കിട്ടിയത് പോലീസിൽ. ഇതുവരെ കോൺസ്റ്റബിൾ എടുത്തോണ്ടിരിക്കണായിരുന്നു. ചെയ്യാം, കൊള്ളാലോ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലീസ് വേഷങ്ങൾ കുറെ ചെയ്ത്. അതല്ല, ഈ പോലീസ് ചെറിയ കിളിയാണ്. അപ്പൊ ചെറിയ നൊസ്സുള്ള പോലീസുകാരാണ്. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള കുറച്ച് ആഗ്രഹം. ഈ പറഞ്ഞ നായക കഥാപാത്രം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്നും ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. കഥകൾ തന്നെ എടുക്കുന്ന കാര്യത്തിലും ശ്രദ്ധിക്കണം. ഒന്നിരുന്നാൽ പിന്നെ കയറ്റമില്ലാത്ത ഒരു മേഖലയാണ് സിനിമാ മേഖല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷെ അർജുൻ എടുക്കുന്ന സബ്ജക്റ്റുകളൊക്കെ കൃത്യമായിട്ട് തന്നെ ഇപ്പൊ പോകുന്നതെന്ന് എനിക്ക് ഇപ്പൊ കുറച്ച് പടങ്ങൾ ഇത് അല്ലാതെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന പടങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് പറ്റുന്ന വെച്ചാൽ നല്ല മോശ പടങ്ങളിൽ പോവാണ്ട് നല്ല നമുക്കൊണ്ട് ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ റോൾസ് അല്ലെങ്കിൽ പടങ്ങൾ കഥകൾ സെലക്ട് ചെയ്യുക, അത് വൃത്തിയായിട്ട് ചെയ്യാൻ നോക്കുക. പിന്നെ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് എപ്പോഴാണ് നല്ല പരിപാടികൾ വരുന്നത്, എപ്പോഴാണ് ആൾക്കാർ ഇത് ആക്സെപ്റ്റ് ചെയ്യണം. കാരണം വെച്ചാൽ ഇപ്പോൾ ഫെബ്രുവരിയിൽ ഇപ്പോൾ എത്ര ടൈപ്പ് പടങ്ങൾ ഇറങ്ങിയിട്ട് എല്ലാ ടൈപ്പും ആൾക്കാരെ ആക്സെപ്റ്റ് ചെയ്ത് ഇപ്പൊ പടം കണ്ടാണ്. എല്ലാ പടവും ഹിറ്റായതാണ്. അപ്പൊ നമുക്കങ്ങനെ ജഡ്ജ് ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്ത് ഓക്കെ ഇത് ഹിറ്റാവും ഒരു ചെയ്യാൻ പറ്റില്ല. അപ്പൊ ട്രൈ ചെയ്യുക, നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ നോക്കുക. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യാണ്ടിരിക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ മനസ്സിലിപ്പോഴും. ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഒറ്റയ്ക്ക് ഫുൾ കഥ കേൾക്കുവാണോ അതോ അർജുന്റെ വേഷം മാത്രമാണ് കേൾക്കുക? ഫുൾ കഥ കേൾക്കുമല്ലോ. കേൾക്കുമല്ലേ? എന്റെ വേഷം മാത്രം കേട്ടിട്ട് ടൈം എടുത്ത് തന്നെ കേൾക്കും അല്ലെ? ചില ആളുകൾ അത് മാത്രം കേൾക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് അർജുൻ ഫുൾ കഥ മൊത്തം പടം എങ്ങനെയാണെന്ന് അറിഞ്ഞാലേ കാര്യമുള്ളൂ. കാരണം ഒറ്റയ്ക്ക് നമ്മൾ ഇരുന്ന് ഒരു പടം ചെയ്തിട്ട് കാര്യമില്ല, നമുക്ക് വിജയിപ്പിക്കാനും പറ്റില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ വിജയം ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം എല്ലാവരും ഇപ്പൊ പ്രൊഡക്ഷനിലെ ചായ കുടിക്കുന്ന ചേട്ടന്മാര് തൊട്ടാണ് എല്ലാം. പ്രോപ്പറായിട്ട് നമുക്ക് ഫുഡ് വരുന്നുണ്ട്, കറക്റ്റ് സമയത്ത് അവർ ഒരുക്കി വെക്കുന്നുണ്ട്. അപ്പൊ അവരെ ജോലി ചെയ്യുമ്പോഴാണ് നമുക്ക് നമ്മുടെ പ്രോപ്പറായിട്ട് കഴിക്കുക, ബാക്കി പരിപാടിക്ക് പോവാ. അപ്പോൾ വണ്ടി ഓടിക്കുന്ന ചേട്ടന്മാര് എല്ലാവരും അവരവരെ ജോലി എടുക്കുന്നുണ്ടാണ് പ്രോപ്പറായിട്ട് സിനിമ 6 മണി തൊട്ട് 9 വരെയും പ്രോപ്പറായിട്ട് പടം ഒരു പ്രശ്നമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ടീം വർക്ക് ആണിത്, ഒറ്റയ്ക്ക് ഒരു പരിപാടി പറയോ? കഥ കേട്ടിട്ട് പറയാറുണ്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട് പടം ഏറ്റു കഴിയുമ്പോൾ ഞാൻ പറയും ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നിട്ടുണ്ട്, നീ നോക്കി ചെയ്. അങ്ങനെ എക്സൈറ്റഡ് ആണ്. ഇപ്പൊ ഒമർ ലുലൂക്കയുടെ പടത്തിൽ ഇപ്പൊ അച്ഛൻ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ പഞ്ചാബി ഹൗസ് ലൊക്കേഷനിലാണ്. അപ്പൊ എന്നെ വിളിച്ചിട്ടുണ്ട്, എടാ ഞാൻ പഞ്ചാബി ഹൗസ് ലൊക്കേഷനിൽ എത്തി കുറെ വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അല്ല, പള്ളിയിലെ അച്ഛന്റെ വേഷമാണ്. പള്ളിയിലെത്തനായിട്ട് ആ ലൊക്കേഷനിൽ എന്നോട് അച്ഛൻ പറഞ്ഞത് ആ ലൊക്കേഷനിൽ എത്തി. അതെ, ഭയങ്കര അവിടെ എല്ലാരോടും പറഞ്ഞു, കഥ പറഞ്ഞു. ഭയങ്കര സന്തോഷവാനായിട്ട്. ജാഫറിന് ഡേറ്റിന്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അല്ലേ? സിനിമയിലൊക്കെ യാത്രയാണ്. അങ്ങനെ ആകണമെന്ന് ആഗ്രഹിക്കുന്നവനാണോ ഞങ്ങളൊക്കെ? അങ്ങനെ ആഗ്രഹിക്കുന്നു ഞങ്ങൾ. എപ്പോഴും നല്ല നല്ല സിനിമകളാണ് ഇപ്പൊ ചെയ്യുന്നത്. അച്ഛൻ കഥാപാത്രങ്ങൾ കുറെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ആയി പോകുന്നുണ്ടെന്നൊരു സംശയമില്ല. ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു പടം മൊത്തം കൊണ്ടുപോകുന്ന ആളൊന്നുമില്ല. നിസ്സാരമായിട്ടൊരു 2-3 പടത്തിൽ സെൻട്രൽ ക്യാരക്ടർ ഇങ്ങനെ ചെയ്ത് പോയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 2-3 അറിയാലോ എനിക്ക് ഇന്ദ്രൻ സാറിന് ഞാനൊക്കെ ഇങ്ങനെ പോവുക. അപ്പോൾ അതിനകത്ത് എനിക്ക് കിട്ടുന്നത് അങ്ങനെ, അതായത് വിളിക്കുമ്പോൾ തന്നെ താടിയുണ്ടോ, ഞാൻ പറഞ്ഞല്ലോ ഇന്നാള്, ആ താടിയുണ്ടോ മീശയുണ്ടോ, അപ്പം താടി ഉണ്ടല്ലോ. അപ്പം താടി വേണമെങ്കിൽ പഠിക്കാം എന്നുള്ള രീതിയിൽ വർക്കല്ലേ വേണമെങ്കിൽ അത് താടി വേണം എന്ന് പറഞ്ഞ ഒരു 10-15 പടമാണ് ഇറങ്ങാതിരിക്കുമ്പോൾ 10-15 പടമില്ലേ, ഒക്കെ താടിയല്ല ഒരെണ്ണത്തിനകത്ത് കണ്ടില്ല. അപ്പം ഇതൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല. ഞാൻ പറയുന്നത് മണിയുടെ മറ്റേ ആ വാക്യം ഞാനിടും. ഒരു
ഇതായിട്ട് വരുന്നു. അതിനകത്ത് ഒരു പ്രൊജക്റ്റ് ഉണ്ടായി വരുമ്പോഴത്തേക്ക് എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ട് ഒരു പ്രൊഡ്യൂസറും ഒരു ഡയറക്ടറൊക്കെ ആയിട്ട് വരുന്നതെന്നറിയും. അത് നമ്മളിപ്പോൾ ഈ പിള്ളേർ സെറ്റ് ഒത്തിരി കഥയൊക്കെ എഴുതി വെച്ചിട്ട് ഞാൻ ആരെയും നിരുത്സാഹപ്പെടുത്താറുണ്ട്. അത് കൊള്ളൂല പടം, അതല്ല എപ്പോഴാണ് ആരാ എന്താ ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. ആണിൻ്റെ ആനിക്കാ കുരുവിലും വില നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, നമ്മളെല്ലാം ഏറ്റെടുക്കും. ഇനി എൻ്റെ തൊഴിലുകാരനെ ഞാൻ എപ്പോഴും പറയാനുള്ള ആശയം, ഈ കാർപ്പൻ്റർ എന്ന് പറഞ്ഞാൽ കട്ടിൽ മാത്രം പൂട്ടിയാൽ പോരാ, സ്റ്റൂള്, ടീപ്പോയി എല്ലാ സാധനം പൂട്ടണം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ റിസ്ക് എനിക്കില്ല. ഇവരെന്ന് പറഞ്ഞാൽ നായകന്മാർ ചെയ്യണം, ഉത്തരവാദിത്തം പറയേണ്ടി വരും, നന്നായിട്ട് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് വരും. നായികയൊക്കെ നമ്മൾ സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളാണ്, എന്നാലും നമ്മൾ ഉത്തരവാദിത്തമായിട്ടാണ് പോകുന്നത്. അങ്ങനെ വരുന്ന, അല്ലാതെ ഞാനിത് ചെയ്യണമാണോ? ഈ ഇപ്പൊ എല്ലാ പുതുതലമുറയോടും എപ്പോഴും അഭിനയിക്കുന്നുണ്ട്. പഴയ കാലഘട്ടത്തിൽ എല്ലാവരുമായിട്ട് അഭിനയിച്ചു, എല്ലാ ആർട്ടിസ്റ്റുമായിട്ട് അഭിനയിച്ചു എന്നാണ്. ഇനി ആരുമായിട്ട് അഭിനയിക്കാനില്ല എന്ന് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ. ഇപ്പൊ ആരുമായിട്ടും ഇല്ലാന്ന് എനിക്ക് അല്ലേ? ഇപ്പം പുതുതലമുറ ലാസ്റ്റ് ഒന്ന് അൽത്താഫ് വരട്ടെ അഭിനയിച്ചു. ഇപ്പൊ അൽത്താഫ് വന്ന് അല്ല, അൽത്താഫ് നായകനായിട്ട് പിള്ളേ മന്ദാകിനി അതിലും അഭിനയിച്ചു. ഇവരൊക്കെ ലൊക്കേഷനിൽ കാണുമ്പോൾ എങ്ങനെയായിരുന്നു ജാഫർ? ഇവരൊക്കെ ലൊക്കേഷൻ വെച്ച് കാണുമ്പോൾ ഇവരോടൊക്കെ എന്താണ് കൂടുതൽ കാര്യങ്ങൾ, ഉപദേശങ്ങളായിട്ടോ അല്ലെങ്കിൽ ഇവരോരെ സിനിമകളിലെ കഥകളോ എന്തെങ്കിലും പറയാറുണ്ടോ? കഥകൾ പറയാറുണ്ട്. അച്ഛനൊക്കെ അജഗജാന്തര സമയത്ത് ഭയങ്കര രസമായിരുന്നു. അതല്ലേ? ഇതില് നമ്മൾ കോമ്പിനേഷൻ ഇല്ല. ഇല്ല ഞങ്ങൾ കണ്ടില്ലല്ലോ. അജഗജാന്തരത്ത് 40-45 ദിവസം ഉണ്ടായിരുന്നു, 50 ദിവസത്തോളം ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഹോട്ടലിൽ തന്നെ അങ്ങനെയൊക്കെ. പക്ഷേ അച്ഛനൊക്കെ ആയിട്ടിരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ കാരണന്മാരുടെ സെറ്റാ വർത്താനം പറയും. ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളാകുമ്പോൾ എൻ്റെ കൊച്ചിൻ്റെ പ്രായമല്ലോ നിങ്ങൾക്കുള്ളൂ. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം വരുന്നതെന്ന് പറയുന്ന നടന്മാർക്ക് എല്ലാം കുറച്ചൊക്കെ അറിയാമെന്നേ. ആ ക്യാമറ സൈഡ് അറിയാം, ആ മൊത്തത്തിൽ എഡ്യൂക്കേറ്റഡാ, വിദ്യാഭ്യാസം നന്നായിട്ട് ഉണ്ട്. അതൊക്കെ വെച്ചുകൊണ്ടുള്ള കളികൾ അതിനകത്തെന്ന് പറഞ്ഞാൽ ഇതാ ഒത്തിരി പേരുണ്ട്. ഇന്ന് ലീഡ് ചെയ്യുന്ന മഞ്ജു പറഞ്ഞില്ലേ ഈ ചാനലിൻ്റെ, അതായത് ദാരിദ്ര്യമുണ്ട്, നായക ദാരിദ്ര്യം ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും ഉണ്ട്. എത്തിപ്പെടാനായിട്ട് വേറെ ആൾക്കാരൊക്കെ പുറകിൽ നിൽപ്പുണ്ട് കേട്ടോ, പക്ഷെ ഇങ്ങോട്ട് കടക്കാനായിട്ട് പറ്റുന്നില്ലേ ഉള്ളൂ. അപ്പോൾ അത് ഇവരെ പോലെയുള്ളവർ കീപ്പ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഒരാൾ പിന്നെ അല്ല, അതെപ്പോഴും എല്ലായിടത്തും ഉണ്ടെന്ന്, എല്ലാ മേഖലയിലും ഉണ്ട്. ഒഴിവ് കൂടുതൽ കിടക്കുക. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇവരൊക്കെ നല്ല കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പണം കിട്ടുന്നു, വിജയിക്കുന്നു. തീർച്ചയായിട്ടും ആണ് നമ്മൾക്ക് പറയാനുള്ളൂ. അപ്പം ഇപ്പോഴത്തെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമായിട്ട് എടുക്കുക. ഒരു ഇൻ്റർവ്യൂ ആണെങ്കിലും ഇങ്ങനെ വിളിക്കുമ്പോൾ പ്രൊമോഷൻ നമ്മൾ ചെയ്തു വെച്ചു. അപ്പോൾ എപ്പോഴെങ്കിലും സമയം ഉണ്ടാക്കി അങ്ങനെ വരിക. ഇപ്പം ഞാൻ തന്നെ ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ട് തിരിച്ചു പോകാത്തൊരു വിവാദമൊക്കെ കളഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ദൈവമേ. അപ്പോൾ എല്ലാം തീരുന്നവർ സപ്പോർട്ട് ചെയ്യാന്നുള്ളൂ. അതാണ് പതുക്കെ പറയണത്, ചിരിച്ചു തുടങ്ങി. അത്രേ ഉള്ളൂ. നമ്മളൊക്കെ പച്ച മനുഷ്യന്മാരല്ലായിരിക്കും കയറിയാവുന്നല്ല. എന്ന് വെച്ചാൽ ഇതുങ്ങളും ഒക്കെ അറിയാവുന്നവരാ. അത് വെച്ചാൽ പാരമ്പര്യമൊക്കെ സിനിമാക്കാരിയും ഒക്കെ. അപ്പോൾ അവർക്കറിയാം, അച്ഛനും പാപ്പായും ഒക്കെ പറഞ്ഞിട്ട് അവർക്കറിയാം സിനിമയുടെ എങ്ങനെയാ റൂട്ടുകൾ അറിയാം. പിന്നെ ആ റൂട്ട് അറിയാവുന്നതന്നെ അവർ വന്നതാണ്. റൂട്ടൊക്കെ തെറ്റിച്ചു പോയി. അല്ല, അതാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ചതും. കഥകൾ കേട്ട്, സിനിമാ കഥകൾ കേട്ട് വളർന്ന ഒരു വ്യക്തിയാകുമ്പോൾ നമുക്കറിയാമല്ലോ സിനിമയ്ക്ക് മുമ്പ് എന്തൊക്കെ വേണമെന്നുള്ളത്. അച്ചു അങ്ങനെ തന്നെ കേട്ട് വളർന്നു. എത്രയോ കഥകൾ കേട്ടും എത്രയോ സിനിമാക്കാരെ കണ്ടും വളർന്നാണ് അച്ചുവും വളർന്നപ്പോൾ ആ റൂട്ടുകൾ കൃത്യമായിട്ട് അറിയാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട്, ഈ റാഫി സാറിൻ്റെ അടുത്തും ഷാഫി സാറിൻ്റെ അടുത്തും ചാൻസ് ചോദിച്ചില്ലേ, ചോദിച്ചു. ഈ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതാണ് സിനിമയുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. സിനിമ എന്ന് പറയുന്നൊരു വലിയ സംഭവമാണ്, ഒരു വലിയ ലോകമല്ലേ അത്. അവിടെ വേണമെങ്കിൽ മക്കൾ രാഷ്ട്രീയം പോലെ, ആ മക്കൾ രാഷ്ട്രീയം അറിയാൻ പാടില്ലേ, അതുപോലെ എൻ്റെ കൊച്ചുകൂടെ എനിക്കുള്ളൂ, അവനെ കയറ്റിവിട്ടാനോ വല്ലവനെയും ആ ചിന്താഗതി അവർ ചിന്തിച്ചില്ലല്ലോ. നീ പുറത്ത് പണി പഠിച്ച് ചെറുതായിട്ടൊന്ന് പഠിച്ചു വാ, അന്നേരം നമുക്ക് നോക്കാം. അല്ലാതെ മകനാന്നും പറഞ്ഞ് കയറ്റി, അതാ സിനിമ ഉത്തരവാദിത്വം. തീർച്ചയായിട്ടും അതാണ്. അപ്പൊ ഉത്തരവാദിത്തമുള്ള മേഖല. അല്ല, അച്ഛൻ പറഞ്ഞ പോലെ 2 സിനിമകൾ പരാജയപ്പെട്ടിരുന്നപ്പോഴും അച്ഛന്റെ കയറപ്പോൾ നമ്മൾ സിനിമയല്ല, അച്ഛൻ നമുക്ക് അച്ഛനൊന്ന് മിന്നി നിൽക്കുന്ന സമയങ്ങളല്ലേ. പക്ഷെ അത് വേണ്ട നമുക്ക്. അച്ഛൻ മിന്നി നിൽക്കുന്ന സമയമല്ല. അന്നേരം അച്ഛൻ അത്ര വർക്കില്ല. അല്ല, നമ്മുടെ ആദ്യത്തെ ഓർക്കിട്ട് കഴിയുമ്പോ ഒക്കെ അച്ഛൻ ഏതോ അച്ഛനൊന്ന് അതല്ലേ സിനിമയില് ഇതായിട്ടുണ്ട്. എന്നാലും നമ്മുടെ പഴയ തിരക്കില്ലേ, അത്രയ്ക്കൊന്ന് മാറിയിരിക്കുന്ന സമയമാണ്. പക്ഷെ അങ്ങനെ തിരക്കിന്ന് മാറി നിൽക്കുന്ന അശോകൻ ചേട്ടന്റെ കാലം നമ്മള് ട്രൂപ്പൊക്കെ ഞങ്ങൾ അശോകൻ ചേട്ടൻ ഞാൻ കൊച്ചൊക്കെ ട്രൂപ്പ് ഇട്ടാറുള്ളൂ. അതെ നമ്മൾ എനിക്കൊന്ന് കോലഞ്ചേരിയിൽ ഒരു പരിപാടിക്കാൻ വന്നിട്ടുണ്ട്. കഥകൾ കേൾക്കും തോറും നമുക്ക് ഇന്നത് ചെയ്യണമെന്നൊരു കഥാപാത്രം, എനിക്ക് ഈ കഥാപാത്രം കിട്ടിയാൽ കൊള്ളാമെന്ന് ചിന്തിക്കാറില്ലേ? ഒരിക്കലും ചിന്തിക്കാറില്ല. എനിക്കിപ്പോ ചേട്ടൻ പറഞ്ഞാൽ തന്നെ ഭയങ്കര ഭാഗ്യമാണ്. കാരണം എനിക്കിപ്പോ വരുന്ന ക്യാരക്ടേഴ്സ്, ഞാൻ ആഗ്രഹിക്കുന്ന ടൈപ്പ് ക്യാരക്ടേഴ്സ് വേറിട്ട് നിൽക്കണം എന്നുള്ള പരിപാടികളുണ്ട്. അപ്പൊ ആ ഒരു ഭാഗ്യം ഇപ്പോഴും ദിവസമായച്ച് പോയിക്കൊണ്ടിരിക്കേണ്ടത്. അത് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ആഗ്രഹിക്കാന്ന് മാത്രമേ, സ്വപ്നം കാണാന്ന് മാത്രമേ ഉള്ളൂ. അവരൊരു പടം ഇപ്പൊ പറഞ്ഞ പോലെ
ഒരു പടം ഉണ്ടാക്കി വരാൻ അല്ലെങ്കിൽ കഥ വേണം, ഡയറക്ടർ വേണം, പ്രൊഡ്യൂസർ വേണം, അതിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാർ വേണം. അപ്പൊ അങ്ങനെ ഒരു കഥ വന്ന് എൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ മാത്രമേ എനിക്ക് അതിനെപ്പറ്റി ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ഒത്തു വരുന്നുണ്ട് ദൈവം സഹായിച്ച്. അപ്പൊ അത് ഇനിയും വരും എന്നുള്ള വിശ്വാസത്തോടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇറങ്ങാനുള്ളത് വൺസ് അപ്പോൺ എ ടൈം കൊച്ചി 31-ാം തീയതി, പിന്നെ ആനന്ദ് ശ്രീബാല, ഈ 2 പടങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒന്നുമില്ല. അല്ല, ഇനി ഇതൊക്കെ റിലീസ് കഴിഞ്ഞിട്ട് അതെ അല്ലേ? ഇനിയും കുറെ സിനിമകൾ ചെയ്യണം. നമുക്ക് ഈ നായകനും നായികനും ഇനി സിനിമയിലേക്ക് വേണം. തീർച്ചയായിട്ടും അത്തരം നല്ല കഥാപാത്രങ്ങൾ ചെയ്യുക. നമ്മൾ ഒറ്റയ്ക്ക് തെളിച്ചു പോവുക. അപ്പോഴാണ് നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. ആ വിജയത്തിലേക്ക് നമ്മളെല്ലാവരും കൂടെ തിരിച്ചു വിളിക്കണം. ബാപ്പിച്ചൊക്കെ തിരിച്ചു വിളിക്കല് അന്ന് കേൾക്കാന്നില്ല. ഇനിയിപ്പോ അപ്പോൾ ഡേറ്റ് ഒക്കെ നോക്കി കൊടുത്താൽ മതി.